വയനാട് പച്ചിലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വനപ്രദേശമുള്ള ഭാഗത്തേക്ക് നീങ്ങിയതായി സൂചന. കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. നീർവാരം വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. പനമരം പച്ചിലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഈ വനപ്രദേശത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്ന സൂചന. ഇന്ന് രാവിലെ ഈ ഒരു റോഡിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഈ റോഡ് കടന്ന് തൊട്ടടുത്ത വയലിലേക്ക് നീങ്ങിയതായിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വയലോരങ്ങളിൽ പരിശോധന നടത്തി. നമുക്ക് അടുത്ത ദൃശ്യങ്ങളിൽ കാണാം. ആ ഒരു ഭാഗം കാണുന്നത് പുഴയോരമാണ്. ആ പുഴ വരെയുള്ള ഭാഗങ്ങളിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇനി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുഴ കടന്ന അപ്പുറം ഭാഗം നീർവാരം വനമേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗത്തിലൊക്കെ തന്നെ പരിശോധന നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മിനിഞ്ഞാന്ന് രാവിലെ 9 മണിക്ക് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയെ ഇന്നലെ രാത്രി 8:30 ഈ പുളിക്കൽ ഭാഗത്തേക്ക് കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് കടുവയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ ഡ്രോണിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ കടുവയെ കണ്ടതായി ഒരു സൂചനയും തന്നെ ലഭിച്ചിരുന്നില്ല. ഈ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വനംവകുപ്പിന്റെ പരിശോധനയൊക്കെ തന്നെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വനത്തോട് ചേർന്നുള്ള ഭാഗത്തേക്ക് കടുവ നീങ്ങിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യം മനസ്സിലാക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. ഈ ഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കൃത്യമായിക്കൊണ്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത് വരെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം തുടരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ കടുവ തിരിച്ചു വരുമോ എന്നുള്ള ആശങ്കയും വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും കടുവ എത്തുകയാണെങ്കിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക തന്നെ ആയിരിക്കും വനംവകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം.